Hi friends, welcome back to a new topic, that is growth and development. So it's the first topic of child health nursing and it's very important for any type of competitive as well as any theory exams. So uh, very carefully attend the session and write down notes. So we are starting with growth and development. So what is growth? It denotes a net increase in the size or mass of tissues. It is a net increase in the size or mass of tissues. ഒരു ടിഷ്യൂയുടെ സൈസോ അല്ലെങ്കിൽ അതിൻ്റെ മാസോ കൂടുന്നതിനെയാണ് നമ്മൾ ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ലാർജ്ലി അട്രിബ്യൂട്ടഡ് ടു മൾട്ടിപ്ലിക്കേഷൻ ഓഫ് സെൽസ് ആൻഡ് ഇൻക്രീസ് ഇൻ ദ ഇൻട്രാസെല്ലുലാർ സബ്സ്റ്റൻസ്. സോ ദർ ഈസ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് cells as well as there is increase in the intracellular substance. സെൽസ് മൾട്ടിപ്ലൈ ചെയ്യുകയും അതിൻ്റെ ഉള്ളിലുള്ള സബ്സ്റ്റൻസ് അതിൻ്റെ എമൗണ്ട് കൂടുകയും ചെയ്യുന്നു ഒരേ സമയം. ഹൈപ്പർട്രോഫി ആൻഡ് എക്സ്പാൻഷൻ ഓഫ് സെൽ സൈസ് കോൺട്രിബ്യൂട്ട്സ് ടു എ ലെസർ എക്സ്റ്റെൻറ്റ് ടു ദ പ്രോസസ് ഓഫ് ഗ്രോത്ത്. അതായത് ആ സെല്ല് ആസ് സച്ച് വലുതാവുന്നതിനേക്കാൾ കൂടുതൽ സെല്ലിൻ്റെ നമ്പർ ഡിവൈഡ് ചെയ്ത് കൂടുകയും അതിലെ മാസ് കൂടുകയും ചെയ്യുന്ന ഒരവസ്ഥയ്ക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത്. So what is development? It specifies maturation of functions rather than the increase in size. ഇവിടെ പറയുന്നത് എന്താണ്, മെച്ചുറേഷൻ ഓഫ് ഫങ്ഷൻസ് ആണ്. ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ദ മെച്ചുറേഷൻ ആൻഡ് മയലിനേഷൻ ഓഫ് നെർവസ് ടിഷ്യൂ. മെച്ചുറേഷൻ ആസ് വെൽ ആസ് മയലിനേഷൻ ഓഫ് നെർവസ് ടിഷ്യൂ. അതുപോലെ തന്നെ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് അക്വിസിഷൻ ഓഫ് എ വെറൈറ്റി ഓഫ് സ്കിൽസ് ഫോർ ഒപ്റ്റിമൽ ഫങ്ഷനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ. അതായത് ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അക്വയർ ചെയ്യുന്ന സ്കിൽസ്, ആ സ്കിൽസിൻ്റെ മെച്യൂരിറ്റി, അതിനെ നമ്മൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയാറുണ്ട്. ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് യൂഷ്വലി പ്രൊസീഡ് കൺകറൻ്റ്ലി. അതിനെ രണ്ടിനെയും, ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയും ഒരിക്കലും നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് നിർത്താൻ പറ്റില്ല. രണ്ടും ഒരുമിച്ച് കൺകറൻ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്ന രണ്ട്, അല്ലെങ്കിൽ ഒന്ന് ചേർന്ന് നിൽക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. വി ക്യാൻ സെപ്പറേറ്റ് ദീസ് ടു ആൻഡ് ദേ ആർ ഒക്കറിങ് ടുഗെദർ ദോ വി ആർ ടെല്ലിങ് സെപ്പറേറ്റ്ലി. So what are the principles of growth and development? Growth proceeds in a cephalocaudal direction. അതായത് ഹെഡ് ടു ഫൂട്ട് ഡയറക്ഷനിലാണ് ഗ്രോത്ത് പ്രൊസീഡ് ചെയ്യുന്നത്. ഗ്രോത്ത് പ്രൊസീഡ്സ് ഫ്രം പ്രോക്സിമൽ ടു ഡിസ്റ്റൽ. ഗ്രോത്ത് പ്രോക്സിമൽ ഏരിയയിൽ നിന്ന്, അത് ഫ്രം ദ പ്രോക്സിമൽ ഏരിയ ടു ദ ഡിസ്റ്റൽ ഏരിയ ഇറ്റ് ഈസ് പ്രൊസീഡിങ്. ദെൻ ഗ്രോത്ത് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. സോ ഇറ്റ് ഈസ് ഹാപ്പനിങ് കണ്ടിന്യൂസ്ലി. ദർ ഇസ് നോ ബ്രേക്ക് ഇൻ ബിറ്റ്വീൻ. ഇറ്റ് കണ്ടിന്യൂസ്ലി ഹാപ്പൻസ്. Then all humans follow same pattern of growth and development. എല്ലാ ഹ്യൂമൻസിനും സെയിം പാറ്റേൺ ഓഫ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണുള്ളത്. ഈച്ച് ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് ഹാസ് ഇറ്റ്സ് ഓൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഓരോ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിനും അതിൻ്റെ പ്രത്യേകതകളുണ്ട്. Certain stages of growth and development are more critical than others. Certain stages of growth and development are more critical than others. Especially puberty ഒക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള സ്റ്റേജസ് ആണ്. Then what are the laws of growth? Growth and development of children is a continuous and orderly process. Already we told. Then growth pattern of every individual is unique. ഓരോ ഇൻഡിവിജ്വലിനും യുണീക്ക് ആയിട്ടുള്ള ഗ്രോത്ത് പാറ്റേൺ ഉണ്ട്. Different tissues grow at different rates. These are called the laws of growth. All these are not that much important in case of multiple choice questions. Anyway, you just understand all these things. Then very important aspect, the periods, different periods will be asked in multiple choice questions. So ovum is called 0 to 14 days of gestation. Ovum is 0 to 14 days of gestation. Then embryo 14 days to 8 weeks. Then fetus 9th week to birth. And perinatal period 22 weeks to 7 days after birth. So this period is very much important. Ovum 0 to 14 days, embryo 14 days to 8 weeks, fetus 9th week to birth, and perinatal period 22 weeks to 7 days after birth. So it is very, very important. And during the postnatal period, that is after birth, we will call a child, an infant, newborn. What is the period of newborn? First 4 weeks or 28 days after birth. Then infancy, the first year, from 28 days to the first year, it is called infancy. Then toddler 1 to 3 years. Then preschool child 3 to 6 years. And school age child 6 to 12 years. Then the adolescence, it can be divided into 3: early, middle and late. Early adolescence means 10 to 13 years, middle adolescence 14 to 16 years, and late adolescence is 17 to 20 years.
Now we are going to the assessment of physical growth. First is weight. Weight of a child in nude or minimal light clothing is recorded accurately on a lever or electronic type of weighing scale. ചെറിയ കുട്ടിയെ അവരുടെ വസ്ത്രം മുഴുവൻ മാറ്റിയ ശേഷം അല്ലെങ്കിൽ ഏറ്റവും കനം കുറഞ്ഞ വസ്ത്രം ധരിപ്പിച്ചിട്ടാണ് നമ്മൾ ഒന്നുകിൽ ഇലക്ട്രോണിക് ടൈപ്പ് അല്ലെങ്കിൽ വെയിങ് സ്കെയിലോ അല്ലെങ്കിൽ ലിവർ ടൈപ്പ് ഓഫ് വെയിങ് സ്കെയിലാണ് നമ്മൾ നോക്കുക. സ്പ്രിംഗ് ബാലൻസ് ആർ ലെസ് അക്യുറേറ്റ്. സ്പ്രിംഗ് ബാലൻസ് സാധാരണ ഉപയോഗിക്കാറില്ല. ദ വെയിങ് സ്കെയിൽ ഷുഡ് ഹാവ് മിനിമം യൂണിറ്റ് ഓഫ് 100 gram. 100 ഗ്രാമിൻ്റെ മിനിമം യൂണിറ്റുകളുള്ള വെയിങ് സ്കെയിൽ ആയിരിക്കണം ഉപയോഗിക്കുന്നത്. ദ ചൈൽഡ് ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ ദ മിഡിൽ ഓഫ് വെയിങ് പാൻ. വെയിങ് പാനിൻ്റെ മിഡിലായിരിക്കണം കുട്ടിയെ കിടത്തുകയോ ഇരുത്തുകയോ ചെയ്യേണ്ടത്. ദ വെയിങ് സ്കെയിൽ ഷുഡ് ബി കറക്റ്റഡ് ഫോർ എനി സീറോ എറർ ബിഫോർ മെഷർമെൻറ്റ്. സീരിയൽ മെഷർമെൻറ്റ് ഷുഡ് ബി ഡൺ ഓൺ ദ സെയിം വെയിങ് സ്കെയിൽ. കഴിയുന്നതും ഒരേ വെയിങ് സ്കെയിലിൽ തന്നെ തുടർച്ചയായിട്ടുള്ള അളവുകൾ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴേ നമുക്ക് കൃത്യമായ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. Then some formulas. Weight of a child of 1 to 6 years, that is age in years into 2 plus 8. Age in years into 2 plus 8. Weight of a child greater than 8 years, age in years into 3. Age in years into 3. Then regarding the birth weight, usually birth weight of a child or an infant loses 10% in the initial days, and it will be regained to the birth weight only after 10 days. So initially there will be 10% loss of birth weight in the initial days, and after around 10 days the child will regain the birth weight. Then there is a gain of 25 to 30 gram per day for the first 3 months. For the first 3 months per day there will be a increase of 25 to 30 gram per day. Then afterwards there will be 400 gram per month till the first year. ഒരു വയസ്സാവുന്നത് വരെ 3 മാസത്തിന് ശേഷം 400 gram per month ആണ് കൂടുന്നത്. Then regarding the length. So length is recorded for children under 2 years of age. 2 വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ നമ്മൾ നീളം ലെങ്ത് ആണ് അളക്കുക. അതായത് അവരുടെ ഹൈറ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ലെങ്ത് ആണ് അളക്കുന്നത്. The child is placed supine on a rigid measuring table or an infantometer. It is called an infantometer, or the child can also be made lie on a rigid table, and the head is held firmly in position against fixed upright headboard by one person. The head is held firmly in position against a fixed upright headboard by one person. ഒരാൾ കുട്ടിയുടെ തല സ്ട്രെയിറ്റ് ആയിട്ട് പിടിക്കുന്നു. അത് ഏതിനോട് ചേർത്ത്? ഒരു അപ്രൈറ്റ് ഹെഡ് ബോർഡ് ഉണ്ട്, അതിനോട് ചേർത്ത് കുട്ടിയുടെ തല ഫേമായി പിടിക്കുന്നു. ദെൻ ദ ലെഗ്സ് ആർ സ്ട്രെയിറ്റൻഡ്. കുട്ടിയുടെ കാലുകൾ നിവർത്തി വയ്ക്കുന്നു. കീപ്പിംഗ് ഫീറ്റ് അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലെഗ്സ്. കുട്ടിയുടെ ഫീറ്റിനെ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ ലെഗ്സ് ആയിട്ട് നമ്മൾ പിടിക്കുന്നു. ആൻഡ് ദർ വിൽ ബി സം ബോർഡ് വിച്ച് വിൽ ബി കീപ്പിംഗ് ടു കോണ്ടാക്ട് വിത്ത് ദ ഹീൽസ്. So the legs are straightened, keeping feet at right angles to legs with the toes pointing upward. The free foot board is brought into firm contact with the child's heels. കാല് സ്ട്രൈറ്റ് ആയിട്ട് അല്ലെങ്കിൽ അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഫുട് ബോർഡ് അത് കുട്ടിയുടെ കാലുമായിട്ട് ചേർത്ത് വയ്ക്കുന്നു. The length of the baby is measured from a scale which is set in the measuring table. ആ മെഷറിംഗ് ടേബിളിൽ തന്നെ ഒരു സ്കെയിൽ വരച്ചു വെച്ചിട്ടുണ്ടാകും. അത് നോക്കിയിട്ടാണ് കുട്ടിയുടെ ലെങ്ത്ത് നമ്മൾ മെഷർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാവും. സോ ദ ചൈൽഡ് ഈസ് മെയ്ഡ് ടു ലൈ സുപ്പൈൻ ആൻഡ് 2 people ആർ ഹോൾഡിംഗ് ദ ചൈൽഡ്. വൺ ഹോൾഡ് ദ ചൈൽഡ് അറ്റ് ദ ഹെഡ് പൊസിഷൻ ആൻഡ് ഹെഡ് ബോർഡ് ഈസ് കെപ്റ്റ് ക്ലോസർ ടു ദ ചൈൽഡ്, ആൻഡ് അതർ പേഴ്സൺ വിത്ത് വൺ ഹാൻഡ് ഹി straightens the knee and the other hand keeps the footboard close. Then take the measurements. Then standing height. The child stands upright. Heels are slightly separated and weight is borne evenly on both feet. Heels, buttocks, shoulder blades and back of head are brought in contact with vertical surface such as wall or height measuring rod or stadiometer. കുട്ടിയെ നിർത്തിയുള്ള ഹൈറ്റ് എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഏതൊക്കെ പൊസിഷൻ ടച്ച് ചെയ്യണം എന്നാണ് പറയുന്നത്. ബട്ടക്സ് ടച്ച് ചെയ്യണം, ഷോൾഡർ ബ്ലേഡ്സ് ആൻഡ് ബാക്ക് ഓഫ് ദ ഹെഡ് ആർ ബ്രോട്ട് ഇൻ കോൺടാക്ട് വിത്ത് ദ വെർട്ടിക്കൽ സർഫസ്. അതുപോലെ തന്നെ ഹീൽസ്, ഇതെല്ലാം ആ ഏത് സർഫസിനോട് ചാരി നിർത്തുന്നോ അവിടെ ടച്ച് ചെയ്യേണ്ടതാണ്. ഹെഡ് ഈസ് സോ പൊസിഷൻ ദാറ്റ്
child looks directly forwards with Frankfurt plane. It's very, very important. Frankfurt plane, the line joining floor of the external auditory meatus to the lower margin of the orbit. The line joining the external auditory meatus to the lower margin of the orbit. That's Frankfurt plane എന്ന് പറയുന്നത്. And the bi-auricular plane being horizontal. അതായിരിക്കണം പൊസിഷൻ. അപ്പോൾ ഹെഡ് സ്ട്രെയിറ്റ് ആയിട്ട് പൊസിഷൻ ചെയ്യണം. ഫ്രാങ്ക്ഫോർട്ട് പ്ലെയിനിൽ വേണം ഹെഡ് പൊസിഷൻ ചെയ്യാൻ. ദ ഹെഡ് പീസ് ഈസ് കെപ്റ്റ് ഫേംലി ഓവർ ദ ഹെഡ് ടു കംപ്രസ് ദ ഹെയർ. ഹെഡ് പീസിനെ നമ്മൾ നന്നായിട്ട് ഫേം ആയിട്ട് ഹെയറിൻ്റെ ഹൈറ്റും കൂടി കംപ്രസ് ചെയ്യുന്ന രീതിയിൽ വേണം ഹെഡ് പീസ് വെക്കാൻ വേണ്ടിയിട്ട്. സോ ദാറ്റ് ഈസ്, look at the picture. The child is standing upright with his heels or her heels, her buttocks, her shoulder as well as the occipital area touching the back of that position. Then also the headboard is pressing firmly on the head to compress the hair. So this is a formula to calculate the height of the child. Height of the child greater than 1 year can be calculated by this formula, that is age in years into 6 plus 77. Age in years into 6 plus 77. That is the formula to calculate the height of a child who is greater than 1 year. Then regarding the head circumference, hair and ornaments are removed and braids undone. തലയിലുള്ള എല്ലാ ഓർണമെൻറ്റ്സും മുടിയുടെ കെട്ടും എല്ലാം റിമൂവ് ചെയ്യുന്നു. Using a non-stretchable tape, the maximum circumference of the head from occipital protuberance to the supraorbital ridges on the forehead is recorded. അപ്പം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഓക്സിപിറ്റൽ പ്രൊട്രൂബൻസ് മുതൽ സുപ്രാ-ഓർബിറ്റൽ റിഡ്ജ് വരെയുള്ള ആ ഏരിയയുടെ മാക്സിമം ലെങ്ത് ആണ് നമ്മൾ ഹെഡ് സർക്കംഫറൻസ് ആയിട്ട് നമ്മൾ ഹെഡ് സർക്കംഫറൻസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നത്. The method used for measuring is crossed tape method. Using firm pressure to compress the hair is the preferred way. So we are using cross tape method. With one hand and the other hand we are holding the tape and crossing the tape at a particular area, and we are just reducing the initial area from where the measurement is taken. നമ്മൾ ക്രോസ് ടേപ്പ് വയ്ക്കുമ്പോൾ നമ്മളൊരു മെഷർമെൻറ്റ് എടുക്കുന്നു. ആ മെഷർമെൻറ്റ് എടുക്കുന്ന ആ ജംഗ്ഷനിൽ നിന്ന് ആദ്യത്തെ എത്ര ഭാഗം ലൂസായി കിടക്കുന്നു അതിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ കുറയ്ക്കണം. നിങ്ങൾക്ക് അത് അത്രയ്ക്കൊന്നും വേണ്ടി വരില്ല. എന്തായാലും അത് ടെക്നിക്ക് അറിയുന്നവർക്ക് അറിയാം. എന്തായാലും എക്സാമ്പിൾ എൻ്റെ ഒരു ചിത്രം കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ടേപ്പ് ഈസ് ക്രോസ്ഡ് അല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു. എന്നിട്ട് എവിടെ വെച്ചാണോ ക്രോസ് ആവുന്നത് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ബാക്കിയുള്ള മെഷർമെൻറ്റ് എത്രയോ ഇയാളുടെ കയ്യിൽ ബാക്കി വരുന്നത് ആ പീസിൻ്റെ മെഷർമെൻറ്റ് അതിൽ നിന്ന് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഹെഡ് സർക്കംഫറൻസ് യൂഷ്വലി ഗ്രേറ്റർ ദാൻ ചെസ്റ്റ് സർക്കംഫറൻസ് അറ്റ് ബർത്ത് ബൈ അബൌട്ട് 2 to 3 സെൻറ്റിമീറ്റർ. ആദ്യം കുട്ടി ജനിക്കുമ്പോൾ എപ്പോഴും ഹെഡ് സർക്കംഫറൻസ് ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക, ബൈ അബൌട്ട് 2 to 3 സെൻറ്റിമീറ്റർ. വേറാസ് ഹെഡ് സർക്കംഫറൻസ് ഈക്വൽ ടു ചെസ്റ്റ് സർക്കംഫറൻസ് ബൈ 9 to 12 months. അപ്പം അത് ഈക്വൽ ആവുന്നത് അറൗണ്ട് 9 to 12 monthsലാണ്. Then there are some abnormalities of the shape of the skull. There can be macrocephaly. It can be there in the case of hydrocephalus, syphilis or rickets. So it can be a question. Macrocephaly can be present in hydrocephalus, syphilis or rickets. Then microcephaly can be there in Down syndrome. Then oxycephaly means tomb-shaped head. Tomb-shaped head-നെയാണ് നമ്മൾ oxycephaly എന്ന് പറയുന്നത്. Scaphocephaly എന്ന് പറയുന്നത് boat-shaped head ആണ്. Then plagiocephaly എന്ന് പറയുന്നത് asymmetrical ആയിട്ടുള്ള ഹെഡിനെയാണ് plagiocephaly എന്ന് പറയുന്നത്. Then regarding the chest circumference. The chest circumference is measured at the level of nipples, midway between inspiration and expiration. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ക്രോസ്ഡ് ടേപ്പ് മെത്തേഡ് തന്നെയാണ്. As recommended for head circumference, we are using cross tape method here also. So you can just see on the picture, we are measuring the chest circumference at the level of nipple of a boy. Then comes the mid-upper arm circumference. So to measure the mid-upper arm circumference, first mark a point midway between the tip of the acromion process of scapula and olecranon process of ulna. So you can see two arrow mark there. Almost there comes the tip of the acromion process of scapula, and also the ulna. You can see at the back of the arm the olecranon process of ulna will be present. So you have to take a midpoint between these two processes, and you have to measure the
mid upper arm circumference. So here also we are using cross tape method. So the tape which is used to measure usually is called Shakir's tape. It can be a question. Shakir's tape is used to measure the mid upper arm circumference. A colored tape used for mid upper arm circumference is called Shakir tape. In that, the red color means it is less than 12.5 centimeter. That is, there will be wasting of muscles. Then there can be yellow color if 12.5 to 13.5. It is borderline wasting or borderline malnourishment. Then green color means greater than 13.5 centimeter. It is normal measurement. So that is the mid upper arm circumference. Don't forget the Shakir tape and this classification. Then regarding the age, appropriate weight, length and head circumference. So it's a table given here. I will just go through it. You can, if you want to write it down, you just pause the video and you can write it down. At birth, the weight is usually 3 kg, and by 6 months it doubles, that's around 6 kg. By 1 year it triples, it's around 9 kg. Then 2 years it quadruples, that is 12 kg. Then by 3 years it can be 15, and by 4 years it can be 16. So just remember how when it doubles, triples or quadruples, that can be an important question. Then length at birth usually 50 centimeter. Then by 6 months it is 65. Then by 1 year 75. By 2 year 90. 3 year 95. And 100 centimeter approaches by 4 years. Then head circumference usually 34 centimeter at birth. Then 43 centimeter by 6 months. Then by 1 year 46. And by 2 year 48. And 3 year 49. And by 4th year it can be 50. So this is the usual normal measurements in a child. Then regarding 2 words about growth chart. The growth chart in detail will be discussed in community medicine. Anyway, here it is also just to mention it. It's also called a Road to Health chart. It was first designed by David Morley. It can be a question, and it was modified by WHO. So we are using the modified version now. The weight of the child is plotted against age or the period. Then small for gestational age means less than 10th percentile. So what is percentile? When 100 people are taken, where is the child standing among the 100? 100 പേരെ എടുത്താൽ, ഒരു ഗ്രൂപ്പ് ഓഫ് 100 ചിൽഡ്രൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അളക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ കുട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് പെർസെൻറ്റൈൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ 10 ലെസ് ദാൻ 10th പെർസെൻറ്റൈൽ. 10th പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ 100 കുട്ടികളെ എടുത്താൽ അതിൽ 90 കുട്ടികളും ഈ കുട്ടിയേക്കാൾ വെയിറ്റോ ഹൈറ്റോ കൂടിയ കുട്ടിയാണ് എന്നാണ് അർത്ഥം. ബാക്കി 10 കുട്ടികളിൽ താഴെ മാത്രമേ ഈ കുട്ടിയേക്കാൾ ചെറുതുള്ളൂ. സോ ദാറ്റ് ഈസ് സ്മോൾ ഫോർ ജസ്റ്റേഷണൽ ഏജ്. ലാർജ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ മോർ ദാൻ 90th പെർസെൻറ്റൈൽ. അതായത് ഈ കുട്ടി 90% കുട്ടികളെക്കാൾ വെയിറ്റ് കൂടിയ കുട്ടിയാണ്. 90 കുട്ടികളെക്കാൾ വെയിറ്റ് കൂടിയ കുട്ടിയാണ്. 10 കുട്ടികളെ ഈ കുട്ടിയേക്കാൾ വെയിറ്റ് കൂടുതലോ അല്ലെങ്കിൽ കുട്ടിയുടെ വെയിറ്റേ ഉള്ളൂ. അതാണ് പെർസെൻറ്റൈൽ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 100 പേരെ എടുത്താൽ മുന്നിൽ എത്ര പേരുണ്ട്, പുറകിൽ എത്ര പേരുണ്ട്. 10th പെർസെൻറ്റൈൽ എന്ന് പറഞ്ഞാൽ മുന്നിൽ 90 ആളുകളും പുറകിൽ 10 ആളുകളും എന്നാണ് അർത്ഥം. അതുപോലെ തന്നെ 90th എന്നാൽ മുന്നിൽ 10 ആളുകളും പുറകിൽ 90 ആളുകളും എന്നാണ് അർത്ഥം. സോ ആവറേജ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറഞ്ഞാൽ ബിറ്റ്വീൻ 10 ആൻഡ് 90th പെർസെൻറ്റൈൽ. അതാണ് നമ്മൾ ആവറേജ് ഫോർ ജസ്റ്റേഷണൽ ഏജ് എന്ന് പറയുന്നത്. Then some differences between growth and development. So just to differentiate between what is growth and development, you have to understand this concept. So growth means increase in physical size of the whole body parts. So increase in the physical size നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രോത്ത്. അതേസമയം പ്രോഗ്രസീവ് ബെറ്റർമെൻറ്റ് ഇൻ സ്കിൽ ആൻഡ് കപ്പാസിറ്റി ടു ഫങ്ഷൻ ഓർ മെച്ചുറേഷൻ ഓഫ് ഫങ്ഷൻസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ്. സ്കില്ല് ബെറ്ററായി വരുന്നതിന് അല്ലെങ്കിൽ കപ്പാസിറ്റി ടു ഫങ്ഷൻ അല്ലെങ്കിൽ മെച്ചുറേഷൻ അത് ബെറ്ററായി വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഗ്രോത്ത് ഈസ് ക്വാണ്ടിറ്റേറ്റീവ്, അത് ക്വാണ്ടിറ്റിയാണ് അല്ലേ, നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും. അതേസമയം മെഷർമെൻറ്റ് ഡെവലപ്മെൻറ്റ് ക്വാളിറ്റേറ്റീവ് ആണ്. ഡെവലപ്മെൻറ്റ് ഈസ് ക്വാളിറ്റേറ്റീവ്, അത് നമുക്കങ്ങനെ ഒരു പ്രത്യേക ഒരു തോത് ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. വേറാസ് ഗ്രോത്ത് ഈസ് മെഷേർഡ് ഇൻ ഇഞ്ചസ്, സെൻറ്റിമീറ്റേഴ്സ്, കിലോഗ്രാം, വെയിറ്റ് ആയാലും ഹൈറ്റ് ആയാലും നമുക്കങ്ങനെ മെഷർ ചെയ്യാൻ പറ്റും. സെൻറ്റിമീറ്റർ ആയാലും ഇഞ്ചായാലും അതുപോലെ കിലോഗ്രാമൊക്കെ ഉപയോഗിച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വേറാസ് ഇൻ ഡെവലപ്മെൻറ്റ്
The measurement is qualitative, so it is very difficult to measure. So measurement is difficult. Then results from cell division and protein synthesis. It relates to maturation and myelination of nervous system. Development is relating to maturation and myelination of nervous system. So that is the difference between growth and development. So I hope you got a brief idea about what is growth and what are the different growth measurements or physical growth assessments. So whatever points I have highlighted, please keep in mind and study well. Keep watching this channel. Thank you.